ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ. വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ശ്ലോകം 33. യുഗാധിഗതിയുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യ വ്യക്തിരൂപച്ച സഹസ്രജിതനന്ദജിത്. യുഗം മുതലായ കാലഭേദത്തിൻ്റെ കർത്താവ്, യുഗാദിയുടെ ആരംഭത്തെ ചെയ്യുന്നവൻ, യുഗാവർത്ത കാലസ്വരൂപനായി കൃതയുഗം മുതലായവ പ്രവർത്തിപ്പിക്കുന്നവൻ, നൈകമായ ഒന്നല്ലാത്ത, അതായത് ഒന്നിലധികം മായകളെ ധരിക്കുന്നവൻ, മഹാശന എല്ലാം ഭക്ഷിക്കുന്നവൻ കൽപ്പാന്തത്തിൽ, അദൃശ്യ ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാത്തവൻ, വ്യക്തരൂപ സ്ഥൂലരൂപത്തിൽ വ്യക്തമായ സ്വരൂപമുള്ളവൻ, സ്വയം പ്രകാശനാകയാൽ യോഗികൾക്ക് വ്യക്തമായ സ്വരൂപമുള്ളവൻ, സഹസ്രജിത്ത് അനേകായിരം ദേവശത്രുക്കളെ ജയിക്കുന്നവൻ, അനന്തജിത്ത് എല്ലാ ഭൂതങ്ങളെയും ജയിക്കുന്നവൻ. ശ്ലോകം 34. ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട നഖിഷോ വിഷ ക്രോധക ക്രോധകത്ത വിഷഭാഗമഹീധര. ഇഷ്ട പരമാനന്ദ സ്വരൂപനാകയാൽ പ്രിയൻ അഥവാ ഇഷ്ടൻ, യജ്ഞത്തിൽ പൂജിക്കപ്പെടുന്നവൻ. അഭിശിഷ്ട എല്ലാവരുടെയും അന്തർഭാഗത്ത് വർത്തിക്കുന്നവൻ. ശിഷ്ടേഷ്ട ശിഷ്ടന്മാർക്ക് ഇഷ്ടനായവൻ. ശിഖണ്ഡി ശിഖണ്ഡം, അതായത് മയിൽപ്പീലി ശിരോഭൂഷണമായിരിക്കുന്നവൻ. ശ്രീകൃഷ്ണ, അതായത് ശ്രീകൃഷ്ണ സ്വരൂപൻ. നഹുഷ എല്ലാ ഭൂതങ്ങളെയും മായ കൊണ്ട് ബന്ധിക്കുന്നവൻ. വൃഷ കാമങ്ങളെ വർഷിക്കുന്നവൻ. ക്രോധക ക്രോധത്തെ നശിപ്പിക്കുന്നവൻ, സജ്ജനങ്ങളുടെ. ക്രോധകൃത്കത്ത ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ, ക്രോധകത്തുക്കളായ ദൈത്യന്മാരുടെ കർത്താവ്. വിശ്വബാഹു എല്ലാവരുടെയും ആശ്രയസ്ഥാനമായിരിക്കുന്നവൻ, എല്ലായിടത്തും ബാഹുക്കളുള്ളവൻ. മഹീധര ഭൂമിയെയോ പൂജയെയോ ധരിക്കുന്നവൻ. ശ്ലോകം 35. അച്യുതപ്രതിത പ്രാണതോ വാസവാനുച അഭാം നിദ്രധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത. അച്യുത ജനനം മുതലായ 6 ഭാവവികാരങ്ങളോടും കൂടാത്തവൻ. പ്രതിത പ്രസിദ്ധൻ, അതായത് ജഗത്തിൻ്റെ ഉൽപ്പത്തി മുതലായ കർമ്മങ്ങളെ കൊണ്ട്. പ്രാണനെ കൊടുക്കുന്നവൻ, ഹിരണ്യഗർഭത്തിൻ്റെ രൂപത്തിൽ പ്രജകൾക്ക്. പ്രാണത സുരാസുരന്മാർക്ക് പ്രാണൻ, അതായത് ബലം കൊടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവൻ. വാസവാനുജ കശ്യപൻ്റെ പുത്രനായ അതിഥിയിൽ ഇന്ദ്രൻ്റെ അനുജനായി ജനിച്ചവൻ, വാമനൻ. അഭാം നിധി വിഭൂതികളിൽ സമുദ്ര സ്വരൂപത്തിലിരിക്കുന്നവൻ. അധിഷ്ഠാനം ഉപദാന കാരണത്തിൻ്റെ രൂപത്തിൽ സകല ഭൂതങ്ങളുടെയും സ്ഥിതിസ്ഥാനം. അപ്രമത്ത പ്രമാദം പറ്റാത്തവൻ, അതായത് അധികാരികൾക്ക് അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ബലം കൊടുക്കുന്നതിൽ. പ്രതിഷ്ഠിത സ്വന്തം മഹിമാവിൽ സ്ഥിതി ചെയ്യുന്നവൻ. ശ്ലോകം 36. സ്കന്ദധരോ ദുര്യോ വരദോ വായുവാഹന വാസുദേവോ ഭഗവാൻ അതിദേവ പുരന്ധര. സ്കന്ധ അമൃതരൂപത്തിൽ പ്രവഹിക്കുന്നവൻ, വായുരൂപത്തിൽ ശോഷിപ്പിക്കുന്നവൻ. സ്കന്ധധര ധർമ്മമാർഗത്തെ ധരിക്കുന്നവൻ. ദുര്യ സകല ഭൂതജാലങ്ങളുടെയും ജന്മാതിരൂപമായ ദൂരിനെ, അതായത് ഭാരത്തെ ധരിക്കുന്നവൻ. വരദ അഭീഷ്ടങ്ങളായ വരങ്ങളെ ദാനം ചെയ്യുന്നവൻ. വായുവാഹന വായുക്കളെ ചലിപ്പിക്കുന്നവൻ. ആവഹം മുതലായ 7. വാസുദേവ വസുവും, അതായത് എല്ലാത്തിനെയും ആച്ഛാദിതമാക്കുന്നവൻ. ദേവനും കളിക്കുന്നവൻ, ജയിക്കുന്നവൻ, ഉച്ചിക്കുന്നവൻ, വ്യവഹരിക്കുന്നവൻ, പ്രകാശിക്കുന്നവൻ, സ്തുതിക്കപ്പെടുന്നവൻ ആയവൻ. എല്ലാ ഭൂതങ്ങളും വസിക്കുന്നതും എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നതുമായ പരമാത്മാവ്.
ബൃഹത് ഭാനു സൂര്യചന്ദ്രാദികളിൽ വർത്തിക്കുന്ന അതിമഹത്തായ കിരണങ്ങളുള്ളവനും ആ കിരണങ്ങളെ കൊണ്ട് എല്ലാ ലോകത്തെയും പ്രകാശിക്കുന്നതിനായ ചെയ്യുന്ന പരമാത്മാവായിട്ടുള്ളവൻ. ആദിദേവ എല്ലാവരുടെയും ആദികാരണവും ദേവനുമായിട്ടുള്ളവൻ. പുരന്തര ശത്രുക്കളുടെ പുരങ്ങളെ ധാരണം ചെയ്യുന്നവൻ, അതായത് ധ്വംസനം ചെയ്യുന്നവൻ. ശ്ലോകം 37. അശോകസ്ഥാരണസ്ഥാര ചൂരശൗരീജനേശ്വര അനുകൂലശതാവത്തോ പത്മീ പത്മനിവേഷണ. അശോകം മുതലായ 6 ഊർമികളോട് കൂടാത്തവൻ. താരണ സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവൻ. താര ഗർഭം, ജന്മം, ജര, മൃത്യു മുതലായ ഭയങ്ങളിൽ നിന്ന് താരണം ചെയ്യുന്നവൻ. ശൂര വിക്രമൻ, പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ. ശൗരി ശൂരൻ്റെ വംശത്തിൽ ജനിച്ചവൻ, അതായത് വസുദേവൻ്റെ പിതാവായിരുന്ന ശൂരസേനൻ. ജനേശ്വര ജനങ്ങളുടെ, അതായത് ജീവികളുടെ ഈശ്വരൻ. അനുകൂലൻ ആത്മാവെന്ന നിലയ്ക്ക് അനുകൂലമായി വർത്തിക്കുന്നവൻ. ശതാവർത്താനേകം ആവർത്തനങ്ങൾ, അതായത് അവതാരങ്ങൾ എടുത്തവൻ. പ്രാണരൂപത്തിൽ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന 100 നാഡികളിൽ ആവർത്തിക്കുന്നവൻ. പത്നി കയ്യിൽ പത്മമുള്ളവൻ. പത്മനിവേഷണ പത്മങ്ങളുടെ തുല്യങ്ങളായ അക്ഷികളോട് കൂടിയവൻ. ശ്ലോകം 38. പത്മനാഭോ അരവിന്ദാശ പത്മഗർഭശരീരവ് മഹദ്വിദ്ധാത്മാ മഹാക്ഷോകരുടധ്വജ. പത്മനാഭ ഹൃദയരൂപമായ പത്മത്തിൻ്റെ നാഭിയിൽ, അതായത് കർണികാമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. അരവിന്ദാക്ഷ അരവിന്ദങ്ങൾ പോലെയുള്ള അക്ഷികളോട് കൂടിയവൻ. പത്മഗർഭ ഹൃദയരൂപമായ പത്മത്തിൻ്റെ മധ്യത്തിൽ ഉപാസിക്കപ്പെടുന്നവൻ. ശരീരഭൃത് അന്നരൂപത്തിലോ പ്രാണരൂപത്തിലോ ദേഹികളുടെ ശരീരങ്ങളെ പോഷിപ്പിച്ചുകൊണ്ട് അവയെ ധരിക്കുന്നവൻ. മഹത്തായ ഐശ്വര്യമുള്ളവൻ. ഹൃദ പ്രപഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഹൃദാത്മാ പുരാതനമായ ആത്മാവോട് കൂടിയവൻ. മഹാക്ഷ മഹത്തുക്കളായ അക്ഷികളോട് കൂടിയവൻ. ഗരുഡധ്വജ ഗരുഡനാകുന്ന കൊടിയടയാളമുള്ളവൻ. ശ്ലോകം 39. അതുല ശരഭോ ഭീമ സമയജ്ഞോക വിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ചയ. അതുല ഉപമയില്ലാത്തവൻ. അതുല ഉപമയില്ലാത്തവൻ. ശരഭ ശരത്തിൽ, അതായത് നശിക്കുന്നതായ ശരീരത്തിൽ പ്രകാശിക്കുന്നവൻ. ഭീമ എല്ലാവരാലും ഭയപ്പെടുന്നവൻ. സമയജ്ഞ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സമയത്തെ അറിയുന്നവൻ. എല്ലാ ഭൂതങ്ങളിലും സമഭാവനയാകുന്ന യജ്ഞത്തോടു കൂടിയവൻ. ഹവർഹരി യജ്ഞത്തിൽ ഹവിസിനെ ഹരിക്കുന്നവൻ. ഹവിസ്സാക്കി ഹവനം ചെയ്യപ്പെടുന്നുവെന്നതിനാൽ ഹവിസ് ജനങ്ങളുടെ പാപത്തെയോ ജനനമരണ സ്വരൂപമായ സംസാരത്തെയോ ഹരിക്കുന്നതിനാൽ ഹരി. ഹവിസും ഹരിയും ആയിരിക്കുന്നവൻ. സർവലക്ഷണലക്ഷണ്യോ എല്ലാ ലക്ഷണങ്ങൾ, അതായത് പ്രമാണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ലക്ഷണ ജ്ഞാനത്തിൽ സാധു ആയിരിക്കുന്ന പരമാത്മാവ്. ലക്ഷ്മീവാൻ വക്ഷസ്ഥലത്ത് ലക്ഷ്മിയോട് കൂടിയവൻ. സമിതിഞ്ചയ സമിതി, അതായത് യുദ്ധത്തിൽ സമിതിയിൽ ജയിക്കുന്നവൻ. ശ്ലോകം 40. വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദര സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന. വിക്ഷര ക്ഷരം, അതായത് നാശം ഇല്ലാത്തവൻ. രോഹിതവർണ്ണമായ ശരീരം എടുത്തവൻ. രോഹിതം എന്ന മത്സ്യത്തിൻ്റെ സ്വരൂപമെടുത്തവൻ. മാർഗ മുമുക്ഷുക്കളാൽ അന്വേഷണം ചെയ്യപ്പെടുന്നവൻ. പരമാനന്ദത്തെ പ്രാപിക്കുവാനുള്ള സാധനമായുള്ളവൻ. ഹേതു പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണങ്ങളും ഉപാദാന കാരണവും ആയിട്ടുള്ളവൻ.
ദാമോദര, ദമം മുതലായ സാധനങ്ങളെ കൊണ്ട് ഉദാരമായ ബുദ്ധിയോട് കൂടിയവൻ. ദാമത്താൽ അതായത് കയറിനാൽ ഉദരത്തിൽ ബന്ധിക്കപ്പെട്ടവൻ. ധാമങ്ങൾ എന്നറിയപ്പെടുന്ന ലോകങ്ങൾ ഉദരത്തിലുള്ളവൻ. സഹ, എല്ലാവരെയും താഴ്മയിൽ കാണിക്കുന്നവൻ, എല്ലാത്തിനെയും സഹിക്കുന്നവൻ. മഹീധര, പർവ്വതത്തിൻ്റെ രൂപമായി ഭൂമിയെ ധരിക്കുന്നവൻ. മഹാഭാഗ, സ്വന്തം ഇച്ഛയനുസരിച്ച് ദേഹം ധരിച്ചുകൊണ്ട് ഭാഗജനിതങ്ങളും മഹത്തുക്കളും ഉത്കൃഷ്ടങ്ങളുമായ ഭോജനങ്ങളെ, അതായത് പരമ ഐശ്വര്യത്തെ ഭുജിക്കുന്നവൻ. വേഗവാൻ, തീവ്രമായ വേഗമുള്ളവൻ. അമിതാശന, സംഹാരകാലത്തിൽ എല്ലാ ലോകങ്ങളെയും ഭക്ഷിക്കുന്നവൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.